എനിക്കൊരു കോൺഗ്രസ് പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. 95-2000 ഞാൻ എൻ്റെ സ്വന്തം വാർഡിൽ നിന്ന് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മീനാട്, ഞാൻ ജനിച്ചു വന്ന എൻ്റെ വാർഡിൽ നിന്ന് ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായി കോൺഗ്രസ് പാർട്ടിയുടെ. അന്ന് വരെ ആ വാർഡ് തികഞ്ഞ ഒരു CPM LDF വാർഡായിരുന്നു. 39 വോട്ടിനാണ് 95-2000 ഞാൻ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് എൻ്റെ സ്വന്തം ജനിച്ച് വളർന്ന എന്നെ ഞാനാക്കിയ വാർഡിൽ നിന്ന് ഞാനാവുന്നു. മീനാട് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് മീനാട്. തുടർന്ന് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ആളാണ്. അങ്ങനെ എൻ്റെ സ്വന്തം നാട്ടിൽ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികളായിരുന്നു കൂടുതൽ. നാടൻ ചുടുകട്ട വ്യവസായം. അതുകൊണ്ട് 2000 നാടൻ ചുടുകട്ട വ്യവസായം. ഞാൻ MA പഠിക്കുമ്പോൾ 91 ചാത്തന്നൂർ എന്തായാലും ദൂരം ഉണ്ട് ഈ മീന, ഒരു 2.5 കിലോമീറ്റർ. അവിടെ ഗ്രാമമാണ്, ഒരു കൊച്ചു ഗ്രാമം. നാടൻ ചുടുകട്ട വ്യവസായം നടക്കുന്ന വ്യവസായം എന്ന് പറയട്ടെ, നടത്തുന്നവരും തൊഴിലാളികൾ പോലെ ആണ്. അപ്പോൾ ഏതാണ്ട് 2000-ഓളം തൊഴിലാളികളുടെ ഒരു മേഖല നാടൻ ചുടുകട്ട. 91 ഞാൻ MA പഠിക്കുന്ന സമയം, അന്ന് വരെ അവിടെ CITU എന്ന് പറഞ്ഞ ഒറ്റ യൂണിയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പൊതുപ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ഈ സാധാരണ പാവപ്പെട്ട തൊഴിലാളി കൂലി വർധനയ്ക്ക് വേണ്ടി 3 വർഷത്തിലൊരിക്കൽ അവർ സമരം ചെയ്യാറുണ്ട്. അന്ന് അവിടുത്തെ CPM CITU നേതൃത്വം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ കോൺട്രാക്ടർമാരുമായിട്ട് നടത്തി സമരം ഒത്തീർപ്പ് ഒക്കെയാണ് പതിവ്. അപ്പോൾ ഇതിൽ മനമെടുത്തിട്ടാണ് കുറേ അധികം തൊഴിലാളികൾ, ഞാൻ അവിടുത്തെ പൊതുരംഗവും രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, സമീപിച്ചിട്ട് ഒരു പുതിയ INTUC യൂണിയൻ ഉണ്ടാക്കണം, നമുക്കൊരു പുതിയ ബാർഗനിങ് ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പറയാം. അങ്ങനെയാണ് INTUC യൂണിയൻ, ഇഷ്ടിക നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് എന്ന പേരിൽ ഒരു ട്രേഡ് യൂണിയൻ, ആ പ്രസ്ഥാനത്തിന് ഞാൻ പ്രസിഡൻ്റായിട്ട് വരുന്നു. ഒരു തൊഴിലാളി സുഹൃത്ത് എൻ്റെ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് പ്രസ്ഥാനം നേരത്തെ കേരളത്തിൽ ഇല്ല. അങ്ങനെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ സംസ്ഥാനത്തെ തന്നെ INTUC ആദ്യത്തെ യൂണിയനാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു. 91 ഞാൻ MA സെക്കൻഡ് ഇയർ. ആ സമരം നല്ലൊരു വിജയമായി മാറി. 42 ദിവസം ആ സമരം നീണ്ടു വന്നു. അപ്പോൾ അന്ന് ഇന്നത്തെ കണക്കല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് വളരെ തീവ്രമായി നിൽക്കുന്ന ഒരു കാലഘട്ടം. വേണമെങ്കിൽ കായികപരമായും നേരിടും ആ ഒരു പശ്ചാത്തലമുള്ള പ്രദേശമാണത്. അവിടെ അവസാനം ആ സമരം തൊഴിലാളികളുടെ ഒറ്റക്കെട്ടായി നിന്നു. ആ സമരം വിജയിച്ചു. ആദ്യമായിട്ട് 7 രൂപയിലധികം വർധന ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറി. അന്ന് വരെ 1 രൂപ അല്ലെങ്കിൽ 50 പൈസ വർധനമാണ് കിട്ടിക്കൊണ്ടിരുന്നത്.